വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്, എനിക്ക് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനെന്നാൽ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് കരുതി അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിൽ കുറേ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ എന്നൊക്കെയുള്ളത് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ എൻ്റെ അടുത്ത് പറയാം കേട്ടോ, എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ജേണിയിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും ഉണ്ടാവും. നിങ്ങൾ അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സൈഡിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഇനിയുള്ള വരും വീഡിയോസിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചിട്ട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും അതുപോലെ തന്നെ അന്നത്തെ ദിവസം എന്താ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ആ വീഡിയോസിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അല്ലെങ്കിൽ പുട്ടും ഇഡ്ഡലി ആയിരുന്നു, അല്ലെങ്കിൽ പുട്ടും കടലക്കറി ആയിരുന്നു, അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാറായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ്, എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിനേക്കാളും ഇഷ്ടം നമുക്ക് കാണുമ്പോൾ എന്തായാലും നമ്മൾ വിഷ്വലി നമ്മൾ കാണുവാണല്ലോ എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ എന്താണ് കഴിക്കുന്നതെന്നുള്ളതും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പം അതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ട് നമ്മൾ വോയിസിൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാനിങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ട് പലപ്പോഴും കാണുമ്പം. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഒരു ബോറഡി ആയിട്ട് എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ചില വീഡിയോസുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം നമ്മുടെ ഈ വീഡിയോസിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വിഷ്വലി കാണാൻ പറ്റുന്നുണ്ടല്ലോ വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം നമുക്കൊരു ചിറ്റ് പോലെ നമുക്കിങ്ങനെ സംസാരിച്ചിട്ട് വീഡിയോ ചെയ്യാം. എനിക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം എന്നൊക്കെയാണ് കരുതുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ ഇത് വേണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കണ്ടിട്ട് ഇല്ല ഇത് കൊള്ളില്ല, സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ പറഞ്ഞ് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ എന്താണെന്ന്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്നെക്കുറിച്ചൊന്നും അറിയണമെന്നില്ല. അപ്പം ഞാൻ ഓർത്തു അതുകൊണ്ട് ജസ്റ്റ് എന്നെക്കുറിച്ചൊക്കെ സംസാരിക്കാം, എന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ എൻ്റെ പേര് വന്നിട്ട് അഖില എന്നാണ്. നമ്മൾ ഇത്രയും നാൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് വന്നിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ് ലോങ് വീഡിയോ എന്നുള്ളൊരു അറ്റംപ്റ്റിലേക്ക് ഞാനിങ്ങനെ കാലെടുത്ത് വെച്ചേക്കുന്നത്. എന്താകും എന്നൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, അഖില. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻജിനീയറാണ്, സോഫ്റ്റ്വെയർ. അപ്പം ഞാൻ ആ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ പണ്ട് തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ. വീഡിയോസൊക്കെ എടുക്കാനും ഇങ്ങനെ എഡിറ്റ് ചെയ്തിടാനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ തുടങ്ങും, അത് മാത്രമല്ല ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഇടണോ, അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലെന്ന് പറയുന്നുണ്ട്. ചാനലിലേക്കും അങ്ങനെ എത്തില്ല. പിന്നെ ഫേസ് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊന്നും വളരെ ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫേസ് കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ളിൽ തോന്നുന്ന ആ ഒരു എന്താ പറയുക, ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അതെനിക്കും ഉണ്ടായിരുന്നു, എന്താകും എന്നൊക്കെയുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലോക്ക്ഡൗണിൽ കോളേജ് ടൈം പഠിക്കുമ്പോൾ തൊട്ട് എനിക്കുണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ കരുതി, പക്ഷെ നടന്നില്ല. പഠിത്തത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നില്ല. ഞാൻ തമിഴ്നാടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ വന്ന ടൈമിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് കുറേ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി വീഡിയോസൊക്കെ ഞാൻ എടുത്തു എടുത്തു വെച്ചു. എന്നിട്ട് ഇതുപോലെ എഡിറ്റൊക്കെ ചെയ്തു, ഒരു ചാനലൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഇടാമെന്നൊക്കെ കരുതിയിട്ട് ആദ്യം ഞാൻ ഫേസ് ഒന്നും കാണിക്കാണ്ട് വീഡിയോസൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ട് അതിന് അത്യാവശ്യം ചെറിയ രീതിക്കൊക്കെ ഒരു 10-20 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരുന്നു അതിൽ. എന്നിട്ട് ഞാൻ അത് കളഞ്ഞു, അത് ഞാൻ നിർത്തി. ഫേസ് കാണിക്കാണ്ടിട്ട് വലിയ റീച്ചൊന്നും ഇല്ല, അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടു.
അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നൊരു ചാനൽ തുടങ്ങി. പിന്നൊരു ചാനൽ റീസെൻ്റായിട്ട് തുടങ്ങി. അതായത് ജോലി വർക്കൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം വീണ്ടും എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം. എനിക്കത് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസൊക്കെ എടുക്കാൻ അതൊരു മെമ്മറി അല്ലേ. നമുക്ക് പിന്നീടാണെങ്കിലും എടുത്ത് നമ്മുടെ വീഡിയോസ് തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഓരോ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ വീഡിയോസിൽ ക്യാപ്ചർ ചെയ്തിട്ട് വ്ളോഗായിട്ട് ചെയ്തിടാൻ പറ്റും. അപ്പം അങ്ങനെ ആ ഒരു ഡേ നമുക്ക് പിന്നീട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര വലിയ മെമ്മറിയാണല്ലോ. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ തരുന്ന സംഭവമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കണം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 6 to 7 month മുന്നേ ഞാനൊരു 6 to 7 month ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയായിരുന്നു. ഒരു 500 അടുത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി വന്നു ഒരു 4 മാസത്തിനുള്ളിൽ. പക്ഷേ പിന്നീട് കുറച്ച് നാൾ ഒരു 1.5 മാസത്തോളം എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ട് വന്നു ആ ചാനലിൽ. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കുറഞ്ഞു. ഞാൻ പിന്നീട് വീഡിയോസ് ഇട്ടു. 1.5 മാസത്തോളം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ടാണ് ഞാൻ പിന്നെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. അച്ഛനും അമ്മയ്ക്കും ഒക്കെ വയ്യാണ്ട് കുറച്ച് തിരക്കിലും അങ്ങനെയൊക്കെ വന്ന് പിന്നെന്താ എനിക്ക് വയ്യാണ്ട് വന്നു. സൗണ്ടൊക്കെ പോയിട്ട് എനിക്കിങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റാണ്ടായി. പിന്നെ വർക്കിൻ്റെ തിരക്കും എല്ലാ പ്രഷറും സ്ട്രെസ്സൊക്കെ കൊണ്ടിട്ട് ഞാൻ ഒന്നൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു യൂട്യൂബിൽ നിന്ന്. പക്ഷെ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരാണത്. നിങ്ങൾ ആരെങ്കിലും പുതിയ യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത്യാവശ്യം നല്ലൊരു റീച്ച് കിട്ടി വന്ന ചാനലായിരുന്നു എൻ്റേത്. പക്ഷേ എന്താ പറയുക, വാച്ച് അവറും ഒരു 2000 സംതിങ് വാച്ച് അവർ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ആകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു മണ്ടത്തരം കാണിച്ചതാണ്. എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മളൊരു ബാക്കപ്പിന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ പോയില്ല. അങ്ങനെ പോകാഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ആ ചാനലിൻ്റെ ഗ്രോത്ത് പിന്നീട് ഞാൻ വീഡിയോസ് ഇട്ടപ്പം ആ പഴയ ഉണ്ടായിരുന്ന ആ ഒരു റീച്ചോ കാര്യങ്ങളോ എനിക്ക് കിട്ടിയില്ല. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് റെക്കമെൻഡേഷൻ പോകാണ്ടായി വീഡിയോസിനെയും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്താ ഇനി ചെയ്യണ്ടേ? അപ്പം എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എൻ്റെ സീനിയർ ചേച്ചിയാണ് സ്നേഹ എന്ന് പറയുന്നത്. അപ്പം ആളെനിക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്നതാണ്. മെൻ്റലി ആണെങ്കിലും ഭയങ്കരമായിട്ട് എല്ലാത്തിനും എനിക്ക് ഒപ്പം നിന്നിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സ്നേഹ ചേച്ചിയോടൊക്കെ ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന ഒരാളാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന ആളാണ് സ്നേഹ ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ സ്നേഹ ചേച്ചിയോട് ഞാൻ പറയുമായിരുന്നു, ചേച്ചി ചാനലിൽ ഇപ്പോൾ വ്യൂസും റീച്ചും ഒന്നുമില്ല, എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യട്ടെ, എന്താ ചേച്ചിയുടെ അഭിപ്രായം എന്നൊക്കെ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ ചേച്ചിയും പറഞ്ഞു, ശരി എന്നാൽ നീ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. ചേച്ചിക്ക് ഒരു ചാനലുണ്ട്. അപ്പം ചേച്ചി പറഞ്ഞു, ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് ചേച്ചിക്കും വീഡിയോസൊക്കെ ഇടാതായിപ്പോയിട്ട് ചേച്ചിക്ക് ഇതുപോലെ റീച്ചും കാര്യങ്ങളും കുറഞ്ഞു. അപ്പോൾ ചേച്ചി ഇപ്പോൾ കുഞ്ഞൊക്കെ ആയതുകൊണ്ട് തിരക്കിലായതുകൊണ്ട് ചേച്ചി വീഡിയോസൊന്നും എപ്പോഴും ഇടുന്നില്ല. അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നീ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം ഈ കാണുന്ന ചാനൽ. അപ്പം ഈ ചാനലിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു മുന്നോട്ടുള്ള നമ്മുടെ ജേണിയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വ്ളോഗുമായിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.